ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇവിടെ ഒരു ഗുലാബ് ജാം ആയിട്ടാണ് കേട്ടോ വന്നത്. നല്ല ടേസ്റ്റാണ്, സോഫ്റ്റും നല്ല സ്വീറ്റായിട്ടുള്ളൊരു ഗുലാബ് ജാം. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ സോഫ്റ്റ്നെസ്സിലും നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അധികം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ്നെസ് ഇല്ലാതെ നമ്മൾ ഹാർഡായിട്ടായിരിക്കും ഗുലാബ് ജാം ഉണ്ടാവുക. പക്ഷേ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ട്രൈ ചെയ്താൽ നമ്മൾ സോഫ്റ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗുലാബ് ജാം എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരൈറ്റമാണ്. അധികം സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ ഗുലാബ് ജാം ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ആദ്യം നമ്മൾ ഗുലാബ് ജാം നമ്മൾ പഞ്ചസാര പാവില്ലേ, പഞ്ചസാര വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം പഞ്ചസാര പാനി ഉണ്ടാക്കി വെക്കണം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാരയിൽ 1 കപ്പ് വെള്ളവും ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് 1/2 സ്പൂണ് ഏലക്ക പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 3-4 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ പഞ്ചസാരയൊക്കെ ആ വെള്ളത്തിൽ കിടന്നൊന്ന് മെൽറ്റ് ആവണം. അപ്പോൾ ഒരേ അളവാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. 1.5 ആണെങ്കിൽ 1.5 കപ്പ് തന്നെ പഞ്ചസാര എടുക്കണം. എന്നിട്ട് അതിനാവശ്യം നിങ്ങൾ എത്രയാണ് ഗുലാബ് ജാം എടുക്കുന്നത് അതിനനുസരിച്ച്. പിന്നെ നമ്മൾ കുറച്ച് റോസ് വാട്ടറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതെല്ലാം ഒന്ന് ചേർന്ന് വരണം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരണം. അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി പഞ്ചസാര പതഞ്ഞ് വരുന്നുണ്ട് ഇവിടെ. നന്നായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മെൽറ്റായി എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് മാറ്റി വയ്ക്കണം. ഉണ്ടോ, നല്ല ചൂടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ ഇത് മെൽറ്റായി വരും. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കതിനേക്കുള്ള ഗുലാബ് ജാം ഉണ്ടാക്കാനുള്ള ആ മാവ് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് 2 ഗ്ലാസ് നിറയെ പാൽപ്പൊടിയാണ് ഇവിടെ എടുക്കേണ്ടത്. അളവ് കുറച്ച് കുറവുണ്ട്, എന്നാലും 2 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് മാത്രം നമ്മുടെ മൈദപ്പൊടിയാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മൈദ മാവാണ്, മൈദപ്പൊടി. ഒരു 1/4 ഗ്ലാസ്, 2 കപ്പ് പാൽപ്പൊടിക്ക് 1/4 ഗ്ലാസ് മൈദ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. രണ്ടും കൂടി എല്ലാ സ്ഥലത്തും എത്തത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. ഇനി അത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് കുറേശ്ശെ പാല് ഞാനിവിടെയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചൂടൊന്നും വേണ്ട, സാധാരണ പാലാണ്, ചൂടൊക്കെ ആറിയ നോർമലായിട്ടുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറേശ്ശെയാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒന്നായിട്ട് ഈ പാൽ ഒഴിച്ചു കൊടുക്കരുത് ഒരിക്കലും. കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് അത് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് സോഫ്റ്റായിട്ട് വേണം ഈ ഡവ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് നമ്മൾ സോഫ്റ്റായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണേ. അപ്പം ഞാൻ കുറേശ്ശെ പാലിട്ടിട്ട് ഇതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. ആദ്യം സ്പൂൺ വെച്ചു, പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കുക. കൈ വയ്ക്കുമ്പോൾ നമുക്കൊന്ന് സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഹാർഡായി പോവും. മാവ് ഹാർഡാവരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ മാവ് കുഴച്ചെടുക്കണം. ഇതുപോലെ കുറേശ്ശെ പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ മെല്ലെ മിക്സ് ചെയ്തിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ അത്ര ചപ്പാത്തിക്ക് നല്ല ഹാർഡായിട്ടാണ് നമ്മൾ കുഴയ്ക്കുക. ഇത് കൈ വെച്ച് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല മയം വെച്ച മാവ് നമ്മൾ കയ്യിലേക്ക് കുറച്ച് നെയ്യ് വെച്ചിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്രാക്ക് വീഴാൻ പാടില്ല. ഈ ബോൾസിൽ ക്രാക്ക് വീഴാൻ പാടില്ല. അതുകൊണ്ട് നന്നായിട്ട് എണ്ണ തടവിയിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക. അതുപോലെ ബോൾസാക്കി എടുക്കുക. നിങ്ങൾ മാവ് ഡ്രൈ ആയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ചിട്ടൊന്ന് ശരിയാക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ എല്ലാ മാവും ഉരുട്ടിയെടുക്കുക. ഒരു നെല്ലിക്കയുടെ അത്ര വലുപ്പം മതി ഇത് നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നീട് നമ്മൾ പഞ്ചസാരേൻ്റെ ആ പാവിലേക്കൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി നല്ല വീർത്ത് വരും. അതുകൊണ്ട് ഇത്ര വലുപ്പം മാത്രം മതി നമ്മൾ ഉരുട്ടിയെടുക്കണേ. നെല്ലിക്കേൻ്റെ അത്ര വലുപ്പം മതി. എന്നിട്ട് നല്ല മാവ് ഇതുപോലെ കൈ വെച്ചിട്ട് കുറേശ്ശെയായിട്ട് ഉരുട്ടിയെടുക്കുക. അഥവാ ഡ്രൈ ആയാൽ നിങ്ങൾക്കൊരു സ്പൂണും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാ മാവും ഒന്ന് കുഴച്ചെടുത്ത് വരെ. അപ്പോൾ ഇതെല്ലാം ഞാനിതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്ര വലുപ്പം മതിയിട്ട് ബോൾസ്. ഇനി ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണേ. അതിന് ആവശ്യത്തിന് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണേ. നല്ല ഒരുപാട് ചൂട് വേണ്ട കേട്ടോ. കുറച്ച് നല്ല തിളച്ച എണ്ണയിലേക്കല്ല ഇടുന്നത്. ഒരുവിധം നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോൾസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പാൽപ്പൊടി ആയത് കാരണം നമ്മൾ നന്നായി ശ്രദ്ധിച്ച് വേണം ഫ്രൈ ചെയ്യാൻ. പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് അധികം ചൂട് ഇല്ലാതെ തന്നെ നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ബോൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ബോൾസും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മെല്ലെ ഒന്ന്
എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ബോൾസ് അടിയിൽ ഒരു പാൽപ്പൊടി ആയത് കാരണം തന്നെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ നോൺ സ്റ്റിക്കിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഒട്ടൽ കുറഞ്ഞിട്ട് കിട്ടും. അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്തത്. അപ്പോൾ നമ്മൾ മറ്റേ സാധാ ചീനച്ചട്ടിക്ക് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഒട്ടിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ അടിഭാഗം നന്നായിട്ടൊന്ന് ബ്രൗൺ നിറത്തിലാവുന്നുണ്ട്. ഇനി ഇത് നമ്മൾ തിരിച്ചും മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഓയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോൾസ് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പാൽപ്പൊടി ആയത് കാരണം നന്നായി ശ്രദ്ധിക്കണം. തീ വളരെ കുറച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇതുപോലെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണേ. കണ്ടോ, ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ബ്രൗൺ കളറാകുമ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഇതുപോലെ ബ്രൗൺ നിറമാവും. മെല്ലെ തട്ടി കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ബോൾസേ ഉള്ളൂ. നമ്മൾ ഈ എണ്ണയിൽ ഫ്രൈ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് കുറച്ചും കൂടി വലുപ്പമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതായത് ഏകദേശം ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഉണ്ട്. ഇത് നമുക്കൊന്ന് ഒരുപാട് കളർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞു പോവും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഏകദേശം നമ്മൾ ബ്രൗൺ നിറത്തിൽ തന്നെ ആയി കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് എടുത്ത് വെക്കണം. ഇത് നേരെ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച പഞ്ചസാര പനി ഉണ്ടല്ലോ, അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് നേരിട്ടിട്ടേ. ഈ ചൂടോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മൾ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. നമ്മൾ പാൽപ്പൊടി മൈദപ്പൊടി മാത്രം മതി വീട്ടിൽ. അടിപൊളി ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരു 8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതാ ഇതിൻ്റെ ഉള്ളിൽ ഈ മധുരമൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴേ സോഫ്റ്റ് ആവുള്ളൂ. തലേ ദിവസം വൈകുന്നേരമൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് അതിലേക്ക് മധുരമൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രിയാണ് ഉണ്ടാക്കി വെച്ചത്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക് നന്നായിട്ട് ഇതുപോലെ അതിനുള്ളിലേക്ക് മധുരമൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് നന്നായിട്ട് ഇതിലെ മധുരമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്താൽ തന്നെ അറിയാം ഉള്ളിലേക്ക് ആ ഒരു മധുരമൊക്കെ ഇറങ്ങി ആ ഒരു നനവും ഒക്കെ കാണാം കേട്ടോ. ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്കും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇനി ഇതൊന്നും ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. വളരെ എളുപ്പം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഗുലാബ് ജാമുൻ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ പാൽപ്പൊടി മൈദയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അതുപോലെ കടയിൽ നിന്നൊക്കെ നല്ല വില കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഗുലാബ് ജാമുൻ വാങ്ങിക്കുക. വീട്ടിലാകുമ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കാം. വെറും പാൽപ്പൊടി മാത്രം മതിയല്ല, പാൽപ്പൊടി മൈദപ്പൊടി മാത്രം മതി, പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി മതി. അപ്പോൾ ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഈ മധുരമൊക്കെ ഇതിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ സമയത്ത് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും ഇത് റെഡിയാവും. പിന്നെ ഇത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നല്ല റെഡിയായിട്ട് നല്ല കൂടുതലായിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുന്നതിനനുസരിച്ച് നന്നായിട്ട് മധുരം ഇതിലേക്ക് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.